ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ബജ്ജിയാണ് ചക്ക ബജ്ജി. അപ്പോൾ ചക്ക ബജ്ജി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ഞാനിവിടെ 2-3 ചക്ക എടുത്തിട്ടുണ്ട്. അത് നടുവേ ഇങ്ങനെ കീറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തിരുമ്മി കൊടുക്കുക. ഇതിങ്ങനെ തിരുമ്മിയിട്ട് ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ വെക്കണം. കാരണം ആ ഒരു ഉപ്പൊക്കെ ചക്കയിലേക്ക് നന്നായി പിടിക്കണം. ഇനി നമുക്ക് മാവ് ഉണ്ടാക്കാം. ഒരു ബൗൾ എടുക്കുക. അതിനകത്തേക്ക് 1/2 കപ്പ് കടലമാവ് എടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇടുന്നത് ആ ഒരു കളറ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഒരു ചെറിയൊരു എരിവ് വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജീരകം ഇടുന്നുണ്ട്. ജീരകത്തിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി, കാരണം ഞാൻ ഓൾറെഡി ചക്കയിൽ ഉപ്പ് തിരുമ്മി വെച്ചുകൊണ്ട് മാവിൽ ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യം വേണ്ട. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും ആകണം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒറ്റയടിക്ക് ഫുള്ള് വെള്ളം ഒഴിക്കരുത്, അപ്പോൾ കംപ്ലീറ്റ് ഇത് ലൂസായി പോവും. അപ്പോൾ കുറേശ്ശെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ എനിക്ക് മാവ് നന്നായി കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതൊരു 1/2 മണിക്കൂറൊന്ന് മൂടി വെക്കാം. ഒന്ന് നന്നായിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇവിടെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നന്നായി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് മുറിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഒന്നിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മുക്കി ആ മാവ് ചക്കയുടെ മുകളിൽ വരത്തക്ക രീതിയിലൊന്ന് മുക്കി വെക്കുക. ഇനി ഒരു പാൻ എടുക്കുക. നന്നായി ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിന് ശേഷം ഈ ചക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ഫ്ലെയിമിൽ വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം മുഴുവൻ കരിഞ്ഞു പോവും, ഉള്ളു വെന്തിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ മറുവശം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല യെല്ലോ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.